സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ജോലിക്കുമായി പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? ഇരപിടിയന്മാരെ പോലെ അവരെ പിന്തുടരുവാൻ ഇനി ഇതുപോലുള്ള ആന്റിമാരും. ഇത് വെറും കെട്ടുകഥയല്ല. തിരുവനന്തപുരം നഗരത്തിൽ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങിയ 18 വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന വിദ്യാർത്ഥിനി തമ്പാനൂരിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഒരുപാട് നേരം നിന്നിട്ടും ബസ് വന്നില്ല. അപ്പോഴാണ് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആന്റി വന്നത്. വന്ന ഉടൻ അവർ ആ കുട്ടിയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചും. 10 മിനിറ്റിന് ശേഷം ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, ഇനി ഉടനെ എങ്ങും ബസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരു ഓട്ടോ പിടിച്ചു പോയാലോ? കാശ് ഷെയർ ചെയ്യാം. നേരം വൈകി തുടങ്ങിയതുകൊണ്ട് ആ പെൺകുട്ടി അത് സമ്മതിച്ചു. പെൺകുട്ടി സമ്മതം മൂളിയ അതേ നിമിഷം എവിടെ നിന്നറിയില്ല ഒരു ഓട്ടോറിക്ഷ പാഞ്ഞെത്തി. പെൺകുട്ടി ഒരു നിമിഷം സംശയിച്ചു. ആന്റിയെ നോക്കി. അവരുടെ മുഖത്ത് ഒരു കള്ളച്ചിരി. ഓട്ടോറിക്ഷക്കാരനും ആന്റിയും തമ്മിൽ കണ്ണുകൊണ്ട് എന്തോ പറയുന്നു. പന്തികേട് തോന്നിയ പെൺകുട്ടി പിന്നോട്ട് മാറി. ഞാൻ ബസ്സിൽ വന്നോളാം ആന്റി. ആന്റി പൊയ്ക്കോളൂ. ആന്റി എന്തോ പറയാനായി തിരിഞ്ഞതും ഒരു കിഴക്കേക്കോട്ട ബസ് വന്നു. വിദ്യാർത്ഥിനി അതിൽ കയറിയിട്ട് പോലീസിലുള്ള തന്റെ ഒരു ബന്ധുവിനെ വിളിച്ചു. കുട്ടിയോട് PMG ജംഗ്ഷനിൽ ഇറങ്ങുവാനും അവിടെ നിന്നും തിരുവനന്തപുരം ബസ്സിൽ കയറി തമ്പാനൂരിലെത്താനും താൻ അവിടെ ഉണ്ട് എന്നും ബന്ധു അറിയിച്ചു. PMGയിൽ ബസ്സിറങ്ങി വിദ്യാർത്ഥിനി കണ്ടത് ഓട്ടോയിൽ നിന്നും ചാടി ഇറങ്ങി തന്റെ നേർക്ക് വരുന്ന ആന്റിയെയാണ്. നീ എന്താ എന്റെ കൂടെ ഓട്ടോയിൽ കയറാത്തത്? ആന്റി ആക്രോശിച്ചു. അവരുടെ കൂടെ വേറെ 2 തടിമാടന്മാരും. ഭയന്ന കുട്ടി വേഗം ഒരു തമ്പാനൂർ ബസ്സിൽ കയറി. പോലീസിലുള്ള തന്റെ ബന്ധുവിനോട് ഈ വിവരം പറഞ്ഞു. ആ ഓട്ടോക്കാരനെയും ആന്റിയെയും തിരഞ്ഞിട്ട് പോലീസിന് കണ്ടെത്താനായില്ല. ആ പെൺകുട്ടിയുടെ വെറുമൊരു സംശയമാണ് ആ കുട്ടിയെ അവരിൽ നിന്നും രക്ഷിച്ചത്. ഇതുപോലെ ഒരുപാട് ആന്റിമാർ പെൺകുട്ടികളെ കൊടുക്കാൻ നഗരത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് നഗരത്തിലെത്തുന്ന പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കുക എന്നതാണ്. മെഡിക്കൽ കോളേജിനും തമ്പാനൂരിനും ഇടയിൽ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആന്റിമാരാണ് ഇരകളെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആന്റിമാരെ സൂക്ഷിക്കുക. പരിചയമില്ലാത്തവരുടെ കൂടെ യാത്ര ചെയ്യുകയോ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ നഗരത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളുടെ സുരക്ഷ മാതാപിതാക്കൾ ഏറ്റെടുക്കുക. എവിടെ എത്തി, ഏതു ബസ്സിലാണ്, എപ്പോഴാണ് ഇറങ്ങുന്നത്, ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓട്ടോയുടെ നമ്പർ, ആരെങ്കിലും കൂടെയുണ്ടോ എന്നൊക്കെ ഓരോ നിമിഷവും വീട്ടിൽ വിളിച്ചു പറയുകയോ മാതാപിതാക്കൾ വിളിച്ചു ചോദിക്കുകയോ ചെയ്യുക. ഇത്തരം ആന്റിമാർ നഗരപരിധിയിൽ മാത്രമല്ല, അവരുടെ ഇരകളെ വലയിലാക്കാൻ എവിടെ വേണമെങ്കിലും എത്താം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ. എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വിവരം ഷെയർ ചെയ്യുക.